2022 പന്തക്കുസ്ത ഞായറാഴ്ചയിൽ ലോകമനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നൈജീരിയയിലെ കത്തോലിക്ക ദേവാലയത്തിൽ അരങ്ങേറിയ ക്രൈസ്തവ കൂട്ടക്കൊലയ്ക്ക് വേദിയായ ഓവോ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവക ദേവാലയം വിശ്വാസികൾക്കായി വീണ്ടും തുറന്നു. ക്രൈസ്തവരെ ഭയപ്പെടുത്താനും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പൊതു ആരാധനകൾ നിർത്തലാക്കാനും രക്തം ചിന്തി അവരെ ഇല്ലാതാക്കാനുമായി തുറന്നുവിട്ട തീവ്രവാദ ആക്രമണത്തിൽ നിന്ന് കൂടുതൽ വിശ്വാസവീര്യമുള്ളവരായി കത്തോലിക്കർ പൂർവാധികം ആവേശത്തോടെ ഒഴുകിയെത്തുന്ന കാഴ്ചയ്ക്കാണ് ഓവോ ദേവാലയം സാക്ഷ്യം വഹിച്ചത്. കുറഞ്ഞത് 50 ക്രൈസ്തവരുടെ കുരുതിക്കളമായി മാറിയ ദേവാലയത്തിന്റെ കേടുപാടുകൾ പുനരുദ്ധരിച്ച് ഇക്കഴിഞ്ഞ ഈസ്റ്റർ ഞായറാഴ്ചയാണ് ദേവാലയം തിരുക്കർമ്മങ്ങൾക്കായി പ്രവർത്തന സജ്ജമാക്കിയത്. 10 മാസങ്ങൾക്ക് മുൻപ് നടന്ന ആക്രമണത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളും ഉണങ്ങാത്ത മുറിവുകളും നഷ്ടപ്പെട്ട അവയവങ്ങളുമായിട്ടാണ് വിശ്വാസികൾ ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. പലരും വീൽചെയറുകളിലാണ് തീക്ഷ്ണതയോടെ ഉയർപ്പ് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നതും ശ്രദ്ധേയമായി. തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ ഓണ്ടോയിലെ ബിഷപ്പ് മോൺസിഞ്ഞോർ ജൂഡ് അയോധിജി ആരഗുണ്ടയുടെ ഏപ്രിൽ 9 ഈസ്റ്റർ ദിനത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. നമ്മുടെ ശക്തിയായ നമ്മുടെ വിശ്വാസം ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും നമുക്കെതിരെയും ക്രിസ്തുവിന്റെ സുവിശേഷത്തിനുമെതിരായി വരുന്ന എല്ലാറ്റിനെയും അതിജീവിക്കാനും നമ്മെ സഹായിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു. സമ്മിശ്ര വികാരങ്ങളോടെ ദേവാലയത്തിലായിരിക്കുമ്പോൾ 2022 ജൂൺ 5 നടന്ന ആക്രമണത്തെ തുടർന്ന് ഏകദേശം 10 മാസത്തോളം ദേവാലയം അടച്ചിടേണ്ടി വന്ന അവസ്ഥകളും ബിഷപ്പ് അനുസ്മരിച്ചു. കഴിഞ്ഞ വർഷം പന്തക്കുസ്ത ദിനത്തിൽ അരങ്ങേറിയ കൂട്ടക്കൊലയിൽ നൈജീരിയ ഇപ്പോഴും നീതിക്കായി കാത്തിരിക്കുകയാണെന്ന് ബിഷപ്പ് വ്യക്തമാക്കി. തിന്മയുടെ പ്രവർത്തനങ്ങളാണ് ആക്രമണങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ നൈജീരിയൻ ബിഷപ്പ് ആക്രമണ സമയത്ത് നിത്യത പുൽകിയ വിശ്വാസികളെ ഓർമ്മിക്കുകയും ചെയ്തു. രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കാത്തതിനെ വിമർശിച്ച ബിഷപ്പ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന മേഖലയിൽ ഭരണകൂടം പരാജയപ്പെട്ടതായും കൂട്ടിച്ചേർത്തു. ആക്രമണത്തിന്റെ ഫലമായി ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവർക്കും ആഘാതം അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. ക്രൈസ്തവരെ തളർത്താനും അവരെ വേരോടെ ഉന്മൂലനം ചെയ്യാനും നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങളെ അതിജീവിച്ച് ഉത്ഥാന തിരുനാളിൽ തന്നെ നൈജീരിയൻ ക്രൈസ്തവർ വിശ്വാസത്തിൽ പൂർവാധികം തീക്ഷ്ണതയോടെ ഉയർത്തെഴുന്നേറ്റ നേർക്കാഴ്ചയ്ക്കാണ് ഓവോ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവക ദേവാലയം വേദിയായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.